ക്ഷേമ പെൻഷൻ വർധനവ് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു ഇക്കൊല്ലം തന്നെ നൽകും, 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇനിയുള്ള പെൻഷനിൽ കുടിശ്ശിക വരില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത്. കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്ത മൂലമുള്ള അധിക ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്. പ്രതിമാസം 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. 2024 മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ്. പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ഈ ഇനത്തിൽ 4250 കോടി രൂപയാണ് കുടിശ്ശികയായുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1700 കോടി രൂപ വിതരണം ചെയ്യും. നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നിർബൻ, അതായത് പെൻഷനിൽ ആശങ്ക വേണ്ട, അത് കൃത്യമായി നൽകും. ഇപ്പോൾ നൽകാനുള്ള കുടിശ്ശിക അത് ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ചെയ്യും. അങ്ങനെ ജനക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാശങ്കയും വേണ്ട എന്ന് പ്രത്യേക പ്രസ്താവനയോട് നിയമസഭയിൽ ഉറപ്പു നൽകുകയാണ് മുഖ്യമന്ത്രി. തീർച്ചയായും മനു, ചട്ടം 300 പ്രകാരം പ്രത്യേക സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയത്. മനു സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അവഗണനയുണ്ട്. സർക്കാരിന് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ലഭിക്കേണ്ട നികുതി വിഹിതം പോലും, പദ്ധതികളിലെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. വലിയ തരത്തിലുള്ള സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. നേരത്തെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനൊപ്പം തന്നെ അടിസ്ഥാന വികസനത്തിനൊപ്പം ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് LDF സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാട്. ഇതിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്രം നൽകുന്ന വലിയ തരത്തിലുള്ള അവഗണന കാരണം വലിയ പ്രതിസന്ധി നേരിട്ടു എന്ന കാര്യം വസ്തുതയാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷനുകളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക അടക്കം ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അവ മുഴുവൻ കൊടുത്തു തീർക്കുന്നതിനുള്ള പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ പെൻഷൻ കുടിശ്ശിക 5 മാസത്തേക്കുണ്ട്. ഈ സാമ്പത്തിക വർഷം 2 മാസത്തേക്കും മാസത്തെ പെൻഷൻ കുടിശ്ശികയും അടുത്ത സാമ്പത്തിക വർഷം 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. ഒപ്പം തന്നെ വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പെൻഷനോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതിയിൽ അടക്കമുള്ള കുടിശ്ശികൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു. സപ്ലൈകോയിലെ കുടിശ്ശിക മുഴുവൻ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും. പൊതുജന ആരോഗ്യം, അതോടൊപ്പം തന്നെ പൊതുവിതരണം, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, ഇത് 3 പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചത്. വിവിധ പദ്ധതികളുടെ കരാറുകാർ, നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതും പ്രതിസന്ധിയിലുമായിട്ടുള്ള കരാറുകാർക്ക് 2500 കോടി രൂപയുടെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാരുണ്യയിൽ മരുന്ന് വിതരണം ചെയ്യുന്നതിലടക്കം വരുന്ന വിവിധ ആശുപത്രികളിൽ മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്നതിലടക്കമുള്ള ഫണ്ടിൽ സാമ്പത്തിക ഞെരുക്കം കാരണം കുറവ് സംഭവിച്ചിട്ടുണ്ട്, കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇവ കൊടുത്തു തീർക്കും. ഒപ്പം തന്നെ നെല്ല് സംഭരണം അടക്കമുള്ള കുടിശ്ശിക, കർഷകർക്ക് നൽകേണ്ട കുടിശ്ശിക തുക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എല്ലാ താലൂക്കിലും നീതി സ്റ്റോറുകളും വാതിൽപ്പടി വിതരണവും പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കും. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കരാറുകാരുടെ കുടിശ്ശിക നൽകി തീർക്കും. ഒപ്പം തന്നെ ലൈഫ് പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും ചെയ്യാനും കഴിയാത്ത മാതൃകാപൂർണമായ പദ്ധതി. 5 ലക്ഷം വീടില്ലാത്ത ഭവനരഹിതർക്ക് വീട് നൽകുക എന്നതാണ് സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാട്. ഇതിൽ നിലവിലുള്ള കുടിശ്ശിക മുഴുവൻ, ആവശ്യമായ തുക മുഴുവൻ അനുവദിക്കും എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ കാര്യം, DA കുടിശ്ശിക, ഒപ്പം തന്നെ DR ശമ്പള
പരിഷ്കരണ കുടിശ്ശിക ഇവ രണ്ട് സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണവും പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണം ഈ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് കുടിശ്ശിക സംഭവിച്ചത് എന്ന കാര്യം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. അത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ സാമ്പത്തിക അവഗണനയാണ്. ഇത് മറികടന്നുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഉദ്യോഗസ്ഥരുടെ DAയും DR കുടിശ്ശികയും നൽകും. ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു, ഓരോ സാമ്പത്തിക വർഷത്തിലും 2 ഗഡു വീതമാണ് അനുവദിക്കുക. നേരത്തെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിലെ 2 ഗഡു DA കുടിശ്ശിക നൽകാൻ സർക്കാർ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ വ്യക്തമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. DA കുടിശ്ശിക അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ്. എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും, ഏത് രീതിയിലാണ് സർക്കാർ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, ഒപ്പം തന്നെ പെൻഷൻ വർധനയെക്കുറിച്ച് സർക്കാരിനുള്ള കാഴ്ചപ്പാടടക്കം പ്രത്യേക പ്രസ്താവനയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. വിവരങ്ങളാണ് നൃപൻ തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്ന് നമുക്ക് നൽകിയത്.